ഈ ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഒരു വലിയ ക്യാമ്പയിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്കറിയാം. മനുഷ്യന്റെ ബുദ്ധിയെ അതിനെ തടസ്സപ്പെടുത്തുന്ന ടെമ്പററി പ്ലഷറുകളിലേക്ക് ആളുകളെ നയിക്കാൻ ലഹരിയുടെ വ്യാപനം കാരണമായി മാറുന്നു. അച്ഛനെയും അമ്മയെയും ഉമ്മയെയും കൊല്ലാൻ മക്കൾക്ക് തോന്നുന്ന തരത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാകും. ബോധം നശിച്ചു കിട്ടുന്ന പ്ലഷറുകളാണ് ലൈഫിലെ സന്തോഷമെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ ഈ മൂക്കിൽ വലിക്കുന്ന പൊടിയും കുത്തിവെക്കുന്ന ഈ പറയുന്ന സാധനങ്ങളും കൊണ്ടുവരുന്നവരുടെ മുമ്പിൽ അതല്ല ഞങ്ങളുടെ ലഹരി, ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങളുടെ ലഹരി. വി ആർ അഡിക്റ്റഡ് ടു അവർ ലൈഫ്. ഞങ്ങൾക്ക് പോസിറ്റീവ് അഡിക്ഷൻ ആണ് എന്ന് ഇന്ന് ഈ സംഗമത്തിലിരിക്കുന്ന ആളുകൾ പറയാൻ തീരുമാനിച്ചാൽ നമുക്ക് ലഹരിയെ തുരുത്താൻ പറ്റും. പ്രിയമുള്ളവരെ, എന്തെല്ലാം അഡിക്ഷൻ നമ്മുടെ ലൈഫിലുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ലോകത്ത് വീണ്ടും പന്തുരളാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. വലിയ ഉയരങ്ങളിലൂടെ മെസ്സിയുടെ കട്ടൗട്ടർ ഇവിടെ വരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരുന്നു, നെയ്മറിന്റെ വരുന്നു, എംബാപ്പയുടെ വരുന്നു, ജർമ്മനിയുടെ വരുന്നു, ഹോളണ്ടിന്റെ വരുന്നു, ഇംഗ്ലണ്ടിന്റെ വരുന്നു. ഈ രാജ്യം കളിക്കുന്നില്ലാത്ത ലോകകപ്പായിട്ട് പോലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചെറുപ്പക്കാർ സംഘടിച്ച് വലിയ കട്ടൗട്ടറുകൾ വെക്കുമ്പോ ആ ആവേശമാണ് ലഹരി. ആ മനോഹരമായ ഫുട്ബോളിംഗ് മൊമെന്റ്സ് ആണ് ലഹരി. പാട്ടാണ്, നൃത്തമാണ്, പഠനമാണ്, രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ്, സുഹൃത്തുക്കളാണ്, സൗഹൃദമാണ്, പുസ്തകമാണ്, വരികളാണ്, വരകളാണ്, അധ്വാനമാണ്, ജയമാണ്, തോൽവിയാണ്. അതാണ് ലഹരി. അതുകൊണ്ട് കിട്ടുന്ന സുഖമൊന്നും ഒരുത്തന്റെയും സിറിഞ്ച് കൊണ്ട് കിട്ടാനില്ല എന്ന് ഈ നാട് ഉറച്ചു പറയുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ വരണം. അതിന്റെ പോരാളികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ലഹരിയെ നമുക്ക് തടഞ്ഞേ പറ്റൂ.